ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം വീണ്ടും താങ്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം നമ്മെ അത്ഭുതമായി പരിപാലിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂടുകരുത് സർവശക്തനായ ദൈവം നമ്മെ നടത്തിയത് ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലുമായിരുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. തുടർന്നും ഇന്നത്തെ സന്ദേശം കേൾക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധാരാളം പേർ ഈ പ്രോഗ്രാം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. ചിലർ പ്രാപിച്ച സൗഖ്യത്തെക്കുറിച്ചുള്ളതായ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കൾ വിളിച്ചു പറയുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കുടുംബമായും സഭയായും എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 28 മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 28-ാമത്തെ വാക്യം. നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവൻ്റെ ബുദ്ധി അഭേദമത്രേ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അടുത്ത വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നവനായ ദൈവം. ജീവിതത്തിൽ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ശക്തന്മാരായി നിന്ന ദൈവദാസന്മാർ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷീണിച്ചു പോയതായ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മോശ ദൈവത്താൽ വിളിക്കപ്പെട്ട അഭിഷക്തൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. 40 വർഷങ്ങൾ മിസ്രൈം ദേശത്ത് കൊട്ടാര സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചതായ മോശ 40 വർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ കടന്നു വന്നു. മരുഭൂമി മോശയെ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു ആയുധമായി വാർത്തെടുക്കുവാനിടയായി. ഉടയ്ക്കപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ അതിനപ്പുറമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ട്. മോശയുടെ ജീവിതത്തിൽ നീണ്ട 40 സംവത്സരങ്ങൾ മരുഭൂമിയിൽ കൂടെ കടന്നുപോയി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹോരേ പർവ്വതത്തിൽ വച്ച് മോശയോട് മുഖവുമായി സംസാരിച്ചു. അധികാരവും അഭിഷേകവും നൽകി തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ദൈവം കരം പിടിച്ച് നടത്തി. ഈ മോശ കടന്നു വന്നു. മിസ്രയീമിൽ 10 വിധമായ അത്ഭുതങ്ങൾ ചെയ്തു. മോശയ്ക്ക് മുൻപായി ചെങ്കടൽ വിഭജിക്കപ്പെട്ടു എന്ന് വേണ്ട പല അത്ഭുതങ്ങൾ കണ്ടതായ മോശ അതിൻ്റെ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ തളർന്നു പോകുന്നതായ അനുഭവം കാണുവാൻ കഴിയും. ദൈവത്തിനെ അനുസരിക്കേണ്ടതായ ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിനെതിരായി എഴുന്നേറ്റ കാഴ്ച കണ്ട ആ മോശയ്ക്ക് തളർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നവർ തളർന്നു പോകുന്നതായ അനുഭവങ്ങളുണ്ട്. എന്നാൽ മോശയെ ദൈവം ബലപ്പെടുത്തി. രണ്ടാമതായി ഒരു അഭിഷക്തനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നതായ ഒരു പ്രവാചകൻ. ആകാശത്തിൽ നിന്ന് തീ ഇറക്കി ബാലിൻ്റെ പ്രവാചകന്മാരെയെല്ലാം വെട്ടിക്കൊന്നതായ ഒരു അഭിഷക്തൻ. കർത്താവ് തന്നെ ദൈവം എന്നുള്ളത് ആമേൻ ലോകത്തിനു മുൻപിൽ അടയാളമിട്ട് കാണിച്ചു കൊടുത്തതായ പ്രവാചകൻ. എന്നാൽ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട്
ഞാൻ ജീവനോടുകൂടി ഇരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ഞാൻ ചാകണം എന്ന് പറയുന്നു. ഏലിയാവ് ക്ഷീണിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്നു, ഏലിയാവിൻ്റെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്നു. ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് യോന. യോനയോട് ദൈവം നിനിവയിൽ പോയി അതിനെതിരായി പ്രവചിക്കാൻ പറഞ്ഞു. യോന പറഞ്ഞ വാക്ക് കേട്ട് നിനിവയിലെ സ്ത്രീ പുരുഷന്മാർ ആബാലവൃദ്ധം ദൈവത്തിനു മുൻപായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവസന്നിധിയിൽ അവർ വീണുകിടന്നു. അവർ നെടുവീർപ്പിട്ട് കരഞ്ഞു, ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുവാൻ ഉണ്ടായിരുന്ന അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ജീവിതത്തിൽ വരുവാനുള്ള അനർത്ഥങ്ങളിൽ നിന്ന് വിടുതൽ തരും. കേൾക്കണമേ, ഇവിടെ യോനയുടെ ജീവിതത്തിൽ അവൻ തണലിനു വേണ്ടി ആശ്രയിച്ച ഒരു ആവണക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് അവന് സംരക്ഷണം നൽകുന്നു, തണൽ നൽകുന്നു. എന്നാൽ ഒരു ദിവസത്തിൽ വെയിലിൽ അത് വാടി അത് ഉണങ്ങിപ്പോയി. ആവണക്ക് ഉണങ്ങിയപ്പോൾ ഈ യോന പ്രവാചകൻ തളർന്നുപോയി. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട 3 ശക്തന്മാർ തളർന്നു പോയത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു: ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്ന ദൈവം. താങ്കളുടെ ജീവിതത്തിൽ ഏതോ ഒരു വിഷയത്തിൻ്റെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ ക്ഷീണിച്ച് തളർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ തട്ടി എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് തളർന്ന് ക്ഷീണിച്ച് കിടന്നപ്പോൾ തൻ്റെ ദൂതനെ അയച്ചു. ആ ദൂതൻ അപ്പം ഇറച്ചിയും കൊണ്ടുവരുന്നു. ആ ദൂതൻ ആഹാരം കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുത്തിട്ട് പറയുന്നു, നീ എഴുന്നേൽക്കുക, തിന്നുക, ഓടുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു യാത്ര ഉണ്ട്. നാം പോകേണ്ടതായ യാത്ര മുൻപിലുണ്ട്. നാം തളർന്നു കിടക്കുവാനുള്ളവരല്ല, ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടേണ്ടവർ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. വേദപുസ്തകത്തിൽ നിന്ന് 2-3 ചിന്തകൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് കൂടെ സംസാരിക്കും. ദൈവം ക്ഷീണിച്ചു പോകുന്നില്ല, മനുഷ്യർ ക്ഷീണിച്ചു പോകുന്നുണ്ട്. രാജാക്കന്മാർ ക്ഷീണിച്ചു പോകുന്നുണ്ട്, ബലവാന്മാർ ക്ഷീണിച്ചു പോകുന്നുണ്ട്, വീരന്മാർ ക്ഷീണിച്ചു പോകുന്നുണ്ട്. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകുന്നതായ ചില അനുഭവങ്ങളും അവസ്ഥകളും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കഷ്ടകാലത്ത് നീ കുടഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ. കഷ്ടകാലത്ത് കുടഞ്ഞു പോകുന്ന അനേകരുണ്ട്. അവർ സന്തോഷമുള്ള സമയങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. എന്നാൽ ഒരു ചെറിയ പ്രതിസന്ധി കടന്നു വരേണ്ട കഷ്ടകാലത്ത് കുടഞ്ഞു പോകുന്നതായ പ്രിയപ്പെട്ടവർ, സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ചില ക്ഷീണങ്ങൾ കടന്നു വരും. പൈശാചികമായി ചില ക്ഷീണങ്ങൾ കടന്നു വരും. ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ, ദൈവം സൃഷ്ടിക്കുമ്പോഴും ചില ക്ഷീണങ്ങൾ കടന്നു വരും. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ക്ഷീണങ്ങളെ നമുക്കിന്ന് പകൽക്കാലം ചിന്തിക്കാം. ഒന്നാമതായി ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, ഏശാവ് നല്ലൊരു വേട്ടക്കാരനാണ്. ഇസഹാക്കിന് 2 മക്കൾ. ഒരുവൻ്റെ പേര് ഏശാവ്, മറ്റവൻ്റെ പേര് യാക്കോബ്. ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഒരുവൻ അമ്മയോടൊപ്പം ചേർന്ന് ജീവിക്കുന്നു. മറ്റവൻ മൂത്തവനായി ഏശാവ് വേട്ടക്കാരനായി വനസഞ്ചാരിയായി ജീവിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, യാക്കോബ് ഒരു ദിവസം നല്ല പായസം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ടേസ്റ്റിലുള്ള പായസം കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയം ഏശാവ് ക്ഷീണിച്ച് മടുത്ത് കടന്നു വരികയാണ്. വിശപ്പ് കൊണ്ടുള്ളതായ ഒരു ക്ഷീണം, ആഹാരമില്ലാത്ത ക്ഷീണം, ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന കഴിയാതെ വണ്ണം ഏശാവ് ഇപ്പോൾ ക്ഷീണത്തോടുകൂടെ കടന്നു വന്ന് നിൽക്കുകയാണ്. ഈ യാക്കോബ് പായസം കാച്ചിക്കൊണ്ടിരിക്കുന്നു. ഈ പായസം കാച്ചിക്കൊണ്ടിരിക്കുന്ന
നിൽക്കുന്ന സമയത്ത് ഏശാവ് അടുത്തു വന്ന് ചോദിക്കുക, എനിക്ക് അല്പം പായസം തരിക. തന്ത്രശാലിയായ യാക്കോബ് പറയുന്നു, പായസം വേണമെങ്കിൽ നിൻ്റെ ശ്രേഷ്ഠ അവകാശം എനിക്ക് നൽകുക. ഇപ്പോൾ ഏശാവ് പറയുക, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഇപ്പോൾ മരിക്കുവാൻ പോകുന്ന എനിക്ക് ആഹാരമാണ് വലുത്, എൻ്റെ ക്ഷീണം മാറ്റുവാൻ അല്പം ആഹാരം വേണം, അല്ലാതെ ശ്രേഷ്ഠാവകാശമല്ല എന്ന് പറഞ്ഞ ശ്രേഷ്ഠാവകാശത്തെ ഏശാവ് അതേ പുച്ഛമെന്നെ അവൻ വിറ്റുകളയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, വിശപ്പ് ദാഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം പരിശോധിച്ചാൽ, യേശു സ്നാനപ്പെട്ടതിന് ശേഷം 40 ദിവസം മരുഭൂമിയിൽ കടന്നുപോയി ദിനരാത്രങ്ങൾ ദൈവത്തോടുകൂടെ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 40 ദിവസം കഴിയുന്ന സമയത്ത് യേശുവിനും വിശപ്പ് കടന്നു വന്നു. യേശു വിശന്ന അതേ സമയത്താണ് പിശാച് യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് കല്ലുകളെ കാണിച്ചിട്ട് പറയുക, കർത്താവേ, നീ സർവശക്തനല്ലേ, ഈ കല്ലുകളെ അപ്പമാക്കി നീ ആഹാരമായി കഴിക്കുക, കല്ല് നീ പറഞ്ഞാൽ അപ്പമാകത്തില്ലേ? യേശു ഈ സമയം പറയുന്നതായ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ഓരോ വചനം കൊണ്ടും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ വിശപ്പിൻ്റെ നടുവിൽ ക്ഷീണിച്ചു പോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അയച്ച് ദൈവം നമ്മെ വിടുവയ്ക്കും. നമ്മുടെ അവകാശങ്ങളെ നാം വിറ്റുകളയരുത്. ആഹാരത്തിന് വേണ്ടി ശ്രേഷ്ഠ അവകാശങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായ നന്മകളെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഏശാവ് വിശപ്പ് കൊണ്ട് അവൻ കുടഞ്ഞുപോയി, വിശപ്പ് കൊണ്ട് അവൻ തളർന്നു പോയത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ വിശപ്പും ദാഹവും എല്ലാം ഉണ്ടാകാം. എന്നാൽ കർത്താവിനെ മുറുകെ പിടിക്കുക. ദാവീദ് ഇപ്രകാരം പറയുന്നു, ഞാൻ ബാല്യക്കാരനായിരുന്നു, ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു, എന്നാൽ നീതിമാന്റെ സന്തതി വിശന്ന് തിരിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാക്കകളെ നോക്കുവേൻ, അത് വിതയ്ക്കുന്നില്ല, കളപ്പുറകളിൽ ചേർത്ത് വയ്ക്കുന്നില്ല, എങ്കിലും സർവശക്തരായ ദൈവം അതിനെയും സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വയലിലെ മൃഗങ്ങളെ പോറ്റുന്ന ദൈവം, ആകാശത്തിലെ പറവകളെ പോറ്റുന്നവനായ ദൈവം നമുക്കും സമർത്ഥമായി ആഹാരം നൽകി അവൻ അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ്. കുടഞ്ഞു വീഴുന്നവരെ ഹല്ലേലൂയ, ക്ഷീണിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഏശാവ് വിശപ്പ് കൊണ്ട് അവൻ ക്ഷീണിച്ചു. മറ്റൊരു സംഭവം നാം ചിന്തിച്ചാൽ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കടന്നു വരുന്നു, യാത്ര ചെയ്ത് കടന്നു വരുന്നു. ചെങ്കടൽ അവർക്ക് മുൻപായി വിഭജിക്കപ്പെട്ടു. പ്രതിസന്ധികൾ ഓരോന്നായി തരണം ചെയ്തു. മുൻപിൽ യഹോവയുടെ ദൂതനുണ്ട്, പുറകിൽ ദൈവ സാന്നിധ്യമുണ്ട്. മുൻപിൽ മേഘസ്തംഭമായി, പുറകിൽ അഗ്നിസ്തംഭമായി, മുൻപിലുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് സംരക്ഷണമായിരിക്കുന്നു. വളരെ മനോഹരമായി സന്തോഷത്തോടുകൂടെ പാട്ടുപാടി ആരാധിച്ച് ചെങ്കടൽ കടന്ന് വന്നതായ ജനം ഇപ്പോൾ മരുഭൂമിയിൽ ഉടഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഓരോ പ്രദേശങ്ങളുമായി, പ്രാന്തപ്രദേശങ്ങളായി മാറി മാറി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം കിട്ടുന്നില്ല. വെള്ളമില്ലാതെ നാവരണ്ടു പോയി. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമായി കുടിക്കുവാൻ വെള്ളമില്ലാതെ ജനം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ഹല്ലേലൂയ, വാഗ്ദത്തം കേട്ട് കടന്നു വന്നതായ ജനം, ദൈവത്തിൻ്റെ വിളി കേട്ട് കടന്നു വന്നതായ ജനം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കടന്നു വന്നതായ ജനം, മുൻപിലുള്ളതായ കാനാൻ അവകാശമാക്കുമെന്ന് പറഞ്ഞ് ആ വാഗ്ദത്ത നാട്ടിലേക്ക് സന്തോഷമായി യാത്ര ചെയ്തു വന്നതായ ജനം, എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ വെള്ളമില്ലാതെ വലയുകയാണ്. ക്ഷീണിച്ച് നാവ് വരണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെറുപെറുപ്പോടുകൂടെ കടന്നു വരുന്നു. ജനം ക്ഷീണിച്ചു പോയി. 3 ദിവസമായി വെള്ളമില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കുക. 3-ാമത്തെ ദിവസത്തിൽ അവർ കടന്നു വന്ന ഒരു സ്ഥലമുണ്ട്, മാറയിൽ വന്നപ്പോൾ ആ വെള്ളം കണ്ടു. സന്തോഷത്തോടുകൂടെ വെള്ളം കുടിക്കുവാൻ ഇറങ്ങി. വെള്ളമെടുത്ത് നാക്കിൽ വെച്ച വെള്ളം വയ്ക്കുവാൻ കഴിയാത്ത വണ്ണം വെള്ളം കയ്പായിരിക്കുന്നു. മാറായിൽ കയ്പിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ച് കടന്നു വരുന്ന ജനത്തിൻ്റെ
മുൻപിൽ ക്ഷീണമകറ്റുവാൻ ആരുമില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, നമ്മുടെ ദൈവം ക്ഷീണിച്ചിട്ടില്ല, അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി നൽകുന്നവനായ ദൈവം. മോശയുടെ മുൻപിൽ ജനം നെടുവീർപ്പോടുകൂടെ നിലവിളിച്ച് പറയുന്നു, ഞങ്ങളെ കൊല്ലേണ്ടതിനാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ മോശ ദൈവത്തെ നോക്കിയപ്പോൾ മോശയ്ക്ക് ഒരു മരത്തിൻ്റെ കൊപ്പ് ദൈവം അടയാളമായി കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. മോശയ്ക്ക് വേണ്ടി ആമേൻ അത്ഭുതം ചെയ്യുന്നവനായ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തെ ഹല്ലേലൂയ മോശ വെട്ടിക്കൊണ്ടുവന്ന് ആ വെള്ളത്തിലിട്ടപ്പോൾ മാറയുടെ വെള്ളം, കയ്പിൻ്റെ വെള്ളം അത് മധുരമായി തീർന്നു. ക്ഷീണിച്ചിരിക്കുന്ന ജനത്തെ ശക്തിപ്പെടുത്തുന്നവനായ ദൈവം ആ ദാഹത്താൽ ക്ഷീണിച്ചവരെ ശക്തിപ്പെടുത്തുന്നു. ആഹാരമില്ലാതെ ക്ഷീണിച്ചിരിക്കുന്നവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. മൂന്നാമതായി നാം മറ്റൊരു ചിന്തയിലേക്ക് കടന്നു വരാം. ആമേൻ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദാനിയേൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടതായ ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ. ദാനിയേലെക്കുറിച്ച് നാം ചിന്തിച്ചാൽ 1-ാമത്തെ അധ്യായം 8-ാം വാക്യം പറയുന്നു, ദാനിയേൽ തീരുമാനമുള്ളവനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, അവൻ ഹല്ലേലൂയ വിശ്വാസമുള്ളവനായിരുന്നു, അവൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു അഭിഷിക്തനാണ്. ദർശനമുള്ളവൻ, വെളിപ്പാടുള്ളവൻ, പ്രവചനമുള്ളവൻ, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവൻ എന്നുവേണ്ട സകല കൃപകളുമുള്ളതായ ഒരു ദാനിയേൽ. എന്നാൽ അതിൻ്റെ 8-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ട് കുറേ ദിവസം ദീനമായി കിടന്നു. അതിൻ്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ പ്രവൃത്തി നോക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാനിയേൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, കർത്തൃദാസൻ ദീനം പിടിച്ചവനായി കിടക്കുന്നു, രോഗം ബാധിതനായി, രോഗം പിടിച്ചവനായി ക്ഷീണിച്ച് കിടക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനായ ദൈവം. താങ്കൾ ഇന്ന് രോഗക്കിടക്കയിലാണോ കിടക്കുന്നത്? എൻ്റെ രോഗം എന്തുകൊണ്ട് വന്നു? ഹല്ലേലൂയ. ചിലപ്പോൾ പല വിധത്തിൽ മനുഷ്യർ പറയാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. രോഗം കടന്നു വരുന്നതിൻ്റെ പുറകിൽ പലവിധമായ കാരണങ്ങളുമുണ്ട്. പാപം നിമിത്തം രോഗം കടന്നു വരുന്നുണ്ട്, ശാപം നിമിത്തം രോഗം കടന്നു വരുന്നുണ്ട്, ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് രോഗം കടന്നു വരുന്നുണ്ട്, ദൈവത്തിൻ്റെ ശിക്ഷയായ രോഗം കടന്നു വരുന്നുണ്ട്. ശാരീരികമായി ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും രോഗം കടന്നു വരാം. പാസ്റ്റർമാർക്കും രോഗം വരാം, സാധാരണക്കാർക്കും രോഗം വരാം, പ്രവാചകനും രോഗം വരാം, സാധാരണപ്പെട്ടവർക്കും രോഗം വരാം. ഇവിടെ ദാനിയേൽ രോഗം പിടിച്ചവനായി കിടക്കുന്നു. ദാനിയേൽ രോഗം പിടിച്ചവനായി കിടക്കുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരും പറയാം, നീ ദൈവത്തിന് വേണ്ടി നിന്നവനല്ലേ, ദൈവത്തിൻ്റെ വചനം സംസാരിച്ചവനല്ലേ, നീ എന്തുകൊണ്ട് നിനക്ക് രോഗം വന്നു? പ്രിയപ്പെട്ടവരെ, രോഗത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ പലരും കുത്തുവാക്കുകൊണ്ട് കുത്തി നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചെന്ന് വരാം. വേദനിച്ച് കിടക്കുമ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഞാൻ കേട്ടതായ ഒരു സംഭവം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നായ ഒരു ദൈവദാസൻ ഒരു കൺവെൻഷന് വേണ്ടി കടന്നുപോയി. കൺവെൻഷന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് അദ്ദേഹം കൺവെൻഷൻ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയ സ്ഥലത്ത് ആ യാത്രയുടെ നടുവിൽ ദീർഘദൂരം യാത്ര ചെയ്താണ് അദ്ദേഹം കടന്നുപോയത്. ആ മീറ്റിങ്ങിൻ്റെ മുൻപ് അദ്ദേഹം കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായി പനി പിടിച്ചു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് പോലും നിൽക്കുവാൻ കഴിയാത്തവണ്ണം ബലഹീനപ്പെട്ടു, ക്ഷീണിച്ചിരിക്കുന്നു. ഈ ക്ഷീണത്തോടുകൂടി അദ്ദേഹം തൻ്റെ കൊടുക്കപ്പെട്ടിരിക്കുന്നതായ റൂമിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാനായി ആ സഭയിലെ ഒരു മുതിർന്ന വിശ്വാസി, ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ദൈവദാസൻ ക്ഷീണിച്ച് ബലഹീനനായി, ശരീരത്തിൽ ശക്തിയില്ലാതെ കിടക്കുക. ആ സമയത്തിൽ ആ ദൈവദാസനെ കാണാൻ വന്ന വ്യക്തി അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു, താങ്കൾ ദൈവദാസനല്ലേ, താങ്കൾ പ്രാസംഗികനല്ലേ, താങ്കൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ലേ, ഇന്ന് വചനം പ്രസംഗിക്കുവാൻ വന്ന ആളല്ലേ, പിന്നെ എന്തിന് താങ്കൾക്ക് രോഗം വന്നു? താങ്കൾ ഏതോ പാപം ചെയ്തിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് രോഗം വന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ഓർമ്മപ്പെടുത്തി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രിയങ്ങളെ, യേശു പോലും രോഗമായിട്ട് കിടന്നിട്ടുണ്ടെന്ന്.
യേശു രോഗമായിട്ട് കിടന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന് അതൊരു കേട്ടപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഉടനെ ഒരു വാക്യം എടുത്ത് കാണിച്ചു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 36-ാമത്തെ വാക്യം. യേശു പ്രകാരം പറയുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. യേശു വാസ്തവമായി രോഗം പിടിച്ച് കിടന്നിട്ടില്ല, യേശുവിന് രോഗം വന്നിട്ടില്ല. എന്നാൽ യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർ, ചെറിയവരായവർ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗത്തെ കർത്താവ് തൻ്റെ രോഗമായി പറയുകയാണ്. ഞാൻ രോഗിയായി കിടന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രോഗക്കിടക്കയിൽ കിടക്കുന്ന താങ്കളെക്കുറിച്ച് പലതും പല വിധത്തിൽ മനുഷ്യർ പറയാം. പാപത്താൽ വന്ന രോഗമെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരിക, കർത്താവ് സൗഖ്യം തരും. ശാപത്താൽ വന്ന രോഗമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശാപബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് വിടുവയ്ക്കും. അല്ല, ഹല്ലേലൂയ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി വന്ന രോഗമെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ദാനിയേൽ രോഗം പിടിച്ചവനായി കിടക്കുന്നു. എന്നാൽ അവിടെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ദൂതൻ വന്ന് ദാനിയേലിനെ ബലപ്പെടുത്തി. ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം 11-18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൂതനെ കർത്താവ് അയച്ച് അവനെ ബലപ്പെടുത്തിയ സംഭവം നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനായ ദൈവം, ആഹാരമില്ലാതെ വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചവരെ ബലപ്പെടുത്തിയ ദൈവം, ദാഹിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തിയവനായ ദൈവം, മൂന്നാമത് രോഗത്താൽ ബാധിക്കപ്പെട്ടവരെ ബലപ്പെടുത്തുന്നവനായ ദൈവം. നാലാമത് മറ്റൊരാശയം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ക്ഷീണം വരുന്ന മറ്റൊരു കാര്യമാണ് ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നമ്മോടുള്ളതായ ആലോചനകൾ, നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തീകരിക്കുവാൻ താമസം വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകും. നല്ല പ്രാർത്ഥിക്കുന്ന ഉത്സാഹത്തോടു കൂടെ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇന്നത്തെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ചിലത് സംഭവിക്കുമ്പോൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ആ സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം പ്രകാരം പറയുന്നു, കാലതാമസം ഹൃദയത്തെ ക്ഷീണിപ്പിക്കും. നടക്കുവാൻ കഴിയാതെ കാലതാമസം വരുന്ന കാര്യങ്ങൾ, മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ വിവാഹം നടക്കുവാൻ താമസം വരുന്നു. വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ പണിയുവാൻ കഴിയുന്നില്ല. വാഗ്ദത്തമുണ്ട്, താമസിക്കുന്നു. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ജോലി ലഭിക്കുന്നില്ല, താമസിക്കുന്നുണ്ട്. കാലതാമസം ഹൃദയത്തെ ക്ഷീണിപ്പിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ എന്തോ പ്രതീക്ഷയോടുകൂടെ ഇരുന്നു, എന്തെല്ലാമോ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാണപ്പെട്ടു, എന്നാൽ കാലതാമസം വരുമ്പോൾ ക്ഷീണിച്ചു പോയോ? തലമുറ ഇല്ലാത്തത് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു, ജീവിതത്തിൽ നന്മ വരുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലതാമസമാകുന്നുണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് തൻ്റെ പ്രവൃത്തിയെ ചെയ്യും. ജോസഫിന് ദൈവം ദർശനം കൊടുത്തു, ആ ദർശനത്തിന് എതിരായി എല്ലാം സംഭവിച്ചു. എന്നാൽ ജോസഫ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം ആ ദർശനത്തെ നിവർത്തീകരിച്ചു. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് വരും നിശ്ചയം, അത് താമസിക്കുകയില്ല, അത് താമസിച്ചാലും അതിനുവേണ്ടി കാത്തിരിക്കുക, അത് നിശ്ചയമായി നിവർത്തിക്കപ്പെടും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 75-ാം വയസ്സിൽ വിളിക്കപ്പെട്ടതായ അബ്രഹാം, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചവനായ അബ്രഹാം 75 വയസ്സ് മുതൽ 100 വയസ്സ് വരെ കാത്തിരിക്കുകയാണ്. 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തത്തിൻ്റെ സന്തതിയായ ഇസഹാക്കിനെ ദൈവം നൽകി, ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സൗൽ എന്ന മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. കഴുതയെ തേടിപ്പോയവൻ ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നു. അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തത് ശമൂവേൽ പ്രവാചകൻ. എന്നാൽ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ജനമെല്ലാം കൂടി വന്നിരിക്കുന്നു. ശമൂവേൽ വരുമെന്ന് കാത്തിരിക്കുന്നു. ശമൂവേൽ വരുന്നത് കാത്തിരുന്ന് കാണാത്തപ്പോൾ ആ സൗൽ രാജാവാണ്, അവൻ പ്രവാചകനല്ല, പുരോഹിതനല്ല. എന്നാൽ അവൻ തുണിഞ്ഞ് യാഗം കഴിക്കുവാനിടയായി അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായി. പ്രിയപ്പെട്ടവരെ, കാലതാമസം പലപ്പോഴും നമ്മെ ക്ഷീണിപ്പിക്കും. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പ്രബോധിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ഉമ്മ പറഞ്ഞു. ആ ഉമ്മയിൽ ഒരു വിധവയായ സ്ത്രീ ആ കൂടെ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കടന്നു പോവുകയാണ്. ന്യായപാലകൻ്റെ അടുത്ത് എനിക്ക് നീതി വേണമെന്ന്. അവൻ അതിനെ കൈക്കൊള്ളുന്നില്ല, ചെവി കൊള്ളുന്നില്ല. എന്നാൽ അവൾ വീണ്ടും അന്നേച്ചിരിക്കുക, മടുപ്പില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ
കർത്താവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യും. നമ്മുടെ ദൈവം ക്ഷീണിച്ച് പോകുന്നവനല്ല, ക്ഷീണിച്ച് പോയവരെ ബലപ്പെടുത്തുന്നവനായ ദൈവം. ആഹാരമില്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, സാമ്പത്തികമായി തകർന്നതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് വെള്ളമില്ലാതെ വലഞ്ഞതുപോലെ കയ്പിൻ്റെ അനുഭവത്താൽ ക്ഷീണിച്ചിരിക്കുന്നു, രോഗത്താൽ ക്ഷീണിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടാത്തത് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനായ ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം, ഇന്ന് പകൽക്കാലം നമ്മെ ധൈര്യപ്പെടുത്തുവാൻ അവൻ സർവശക്തൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അവ നമ്മോടൊപ്പമുണ്ട്, തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മോടൊപ്പമുണ്ട്. നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം ഏതോ ഒരു വിഷയത്താൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ക്ഷീണിച്ചു പോയിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. ആഹാരമില്ലാതെ വെള്ളമില്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണോ? ആമേൻ. സങ്കീർത്തന പുസ്തകം 34-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല, ഒരു നന്മയും കുറവില്ലാതെ ദൈവം നമ്മെ നടത്തും, ദൈവം നമ്മെ പരിപാലിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കും. താങ്കളായിരിക്കുന്ന സ്ഥലത്ത് ക്ഷീണത്തെ മാറ്റുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. ഒരു ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ ക്ഷീണിച്ച് രോഗത്തിൽ കിടക്കുന്നു. അവനെ സന്ദർശിക്കുവാൻ ആരുമില്ല, സ്നേഹിതരോ സ്വന്തം ബന്ധങ്ങളോ ആരുമില്ല. എന്നാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദാനിയേലെ ബലപ്പെടുത്തി. ഏലിയാവിനെ ബലപ്പെടുത്തിയ ദൈവം, നോഹയോട് സംസാരിച്ച ദൈവം, യോനയോട് സംസാരിച്ച ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, യേശാവിനെ ശക്തിപ്പെടുത്തിയ ദൈവം, യാക്കോബിനെ ശക്തിപ്പെടുത്തിയ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബുമായ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ആ ഗെത്സമനെ പൂങ്കാവനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, അല്ലെങ്കിൽ ആ ഭാരത്താൽ, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്താൽ നാഡി നരമ്പുകളെല്ലാം അറ്റുപോയി. ആ ശരീരത്തിൻ്റെ ആളുകൾ വിയർപ്പുകൾ രക്തത്തുടികളായി താഴെ വീണ് യേശു ക്ഷീണിച്ച് കിടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. എന്തിനു വേണ്ടി യേശുവിന് ക്ഷീണം? നമുക്ക് വേണ്ടി അവൻ ക്ഷീണിതനായി. യേശുവിനെ ശക്തീകരിക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അതേ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ശക്തീകരിക്കുവാൻ തൻ്റെ ദൂതനെ അയച്ച് നമ്മെ ബലപ്പെടുത്തും. അവൻ മടുത്തുപോയിട്ടില്ല, അവൻ ക്ഷീണിച്ചിട്ടില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ ആ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെടുന്നല്ലോ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥാ, ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളുടെ നടുവിൽ ആഹാരമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, വീടില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്നവരെ ദൈവം കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ തള്ളിയാലും തള്ളാത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗത്താൽ ക്ഷീണിച്ച് എഴുന്നേൽക്കുവാൻ കഴിയാതെ രോഗക്കിടക്കയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണം. ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചവനായ ദൈവം, ദാനിയേലിനെ വീണ്ടും രാജസന്നിധിയെ ശുശ്രൂഷ ചെയ്യുവാൻ നിർത്തിയ ദൈവം ഈ പ്രിയപ്പെട്ടവരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും എല്ലാ ആഴ്ചകളിലും ഈ പ്രോഗ്രാം കാണുക. താങ്കളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു പറയുക. വാഗമണ്ണിൽ പ്രവർത്തിച്ചു വരുന്ന ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലിയുടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6:30 മുതൽ 9 മണി വരെയും രാവിലെ 10:30 മുതൽ 12:30 വരെയും വിശുദ്ധ സഭാ ആരാധനകളുണ്ട്. എല്ലാ ദിവസങ്ങളിലും ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സഭയായി പ്രാർത്ഥിച്ചു വരുന്നു. തങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ മറക്കരുത്.
താങ്കൾക്കും ഞങ്ങളോട് കൂടെ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകാം. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.